എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. വമ്പൻ ഹൈപ്പിൽ വരാൻ പോകുന്ന അടുത്ത ഐറ്റാണ്. സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ 9 എന്തായാലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് തന്നെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഗ്ലിംസ് വീഡിയോ. അതൊന്ന് റിയാക്ഷൻ ചെയ്യണം. ഒറിജിൻ അല്ലേ? ഒറിജിൻ പള്ളിച്ചട്ടമ്പി ഒറിജിൻ. ശരി, എന്താണ് ഒറിജിൻ? ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടോ? അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാം. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആദ്യം കാണിച്ചു തരണം, അതിനുശേഷമാണ് ഒറിജിനൽ കാണിച്ചു തരുന്നത്. എന്നാണെങ്കിലും സംഭവം വന്നിട്ടുണ്ട്. 40 സെക്കൻഡോളം ഉള്ളൂ ഡ്യൂറേഷൻ. നമുക്കൊന്ന് കാണാം. ഇത് സംഭവം ഒറിജിനൽ ഒരു ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും അറിയോ? അതായത് ടോവിനോക്ക് 2 ലുക്ക് ഉണ്ടോ അല്ലേ? പണ്ട് അനൗൺസ് ചെയ്തൊരു അത് ഫാൻ മെയ്ഡ് ആയിരുന്നു. ശരി, അപ്പൊ പിന്നെ അത് വെച്ച് നോക്കണ്ട. ഇത് 1960-50 ആ കാലഘട്ടങ്ങളിലെ എന്തോ ഒരു കഥയാണെന്നുള്ളതാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു കള്ളന്റെ കഥയാണ്. ഒരു കള്ളന്റെ അല്ല, ഒരു പള്ളീനെ സംരക്ഷിക്കുന്ന ഒരു ചട്ടമ്പി. ചട്ടമ്പിയാണ്, കള്ളനല്ല. പള്ളി കള്ളനല്ല പേര്, പള്ളി. അല്ല, ഞാനിന്ന് പതറാതിരിക്കൂല. കാരണം എനിക്ക് ഇത് ഒരാളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ പൃഥ്വിരാജിനെ കുറിച്ചാണ്. അതിനുശേഷം ഒരാളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ ഇടർച്ച വരും. നായകന്മാർ അവിടെ നെഞ്ചി പിരിച്ചു നിന്നാലും അവന് ഇടർച്ച വരും. അതെങ്ങോട്ടാ പോവാന്നുള്ളത് ആ പോക്ക് നമുക്കറിയാം. അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. അല്ല, നീ പറയണോ? നല്ല ബിൽഡപ്പ്. എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ ഇതൊരു കാമ്യവേഷം ചെയ്യുന്നുണ്ട്. ആളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതാണോ? ഗംഭീരവരുടെ ആയിരിക്കും. ഡിജോ ജോസ് ആന്റണീന്റെ മലയാളി ഫ്രം ഇന്ത്യക്ക് ശേഷം ആള് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. മലയാളി ഫ്രം ഇന്ത്യ കുഴപ്പമില്ല, സിനിമയായിരുന്നു. എന്താണെങ്കിലും അതിനുശേഷം ആള് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് ആണ്. എന്തായാലും ഗ്ലിംസ് ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി നമുക്ക് തകർക്കാം. എന്നിട്ട് നിനക്ക് പറയാനുള്ള ആൾക്കാരെ കുറിച്ചോ നിനക്ക് പറയാനുള്ള ആളുകളെ കുറിച്ചോ എന്തൊക്കെ പറയണമെന്നോ എങ്ങനെയൊക്കെ പറയണമെന്നോ ഒക്കെ നീ തീരുമാനിച്ചോളാം. ഇപ്പൊ പറയണം. നായികക്ക് വലിയ പ്രാധാന്യം ഉണ്ടോ? ആർക്ക്? നിനക്കല്ലേ? നായികയുടെ പേര് പറയണം. ഞങ്ങൾക്ക് നായികനെ വേണമെന്നില്ലായിരുന്നു. പിന്നെ ഡിജോ ജോസ് ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചൊരു നായകനെ കൊണ്ടുവരണല്ലോ എന്ന് വിചാരിച്ചാ ആരെങ്കിലും വിളിക്കുന്നു. ഞാൻ പറയും. എന്നാ ഞാൻ തന്നെ പറയാം. എന്റെ കുട്ടിനെ കുറിച്ച് ഞാൻ തന്നെ അല്ലേ പറയണ്ടത്. കയാദു ലോഹർ ആളാണ് ഇതിൽ നായിക. ഞാൻ അതിലാണ് ത്രില്ല്. ആയിക്കോട്ടെ, അവിടെ ഞാൻ ഈ സിനിമ എന്തായാലും കണ്ടിരിക്കും. ഓക്കെ, എന്തായാലും ഗ്ലിംസ് വരുന്നതിന് മുമ്പ് ഇന്നലെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ പോലെ അല്ലേ? ഓക്കെ. ജേക്സ് ബിജോയ് ആട്ടോ മ്യൂസിക്. ഡിജോ ജോസ് ആന്റണി. ടോവിനോ തോമസ് പള്ളിച്ചട്ടമ്പി. സോണി മ്യൂസിക്കോ കോപ്പിറൈറ്റ് കിട്ടിയോ? പോയി കണ്ടോ? പേര് ടോവിനോന്റെ കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. കണ്ടോടാ? കണ്ടു. അല്ല, നിനക്ക് ഇത്ര വലിയ സംഭവം ആക്കേണ്ട കാര്യം നിനക്ക് എന്തോ ഒരു പ്രാധാന്യമില്ലാത്തൊരു ഫീല് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ മനസ്സിൽ ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. കൊടുക്കണം. ഞാനിവിടെ നായകൻ. നായകന് പ്രാധാന്യമുണ്ട്. നായകൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നായിക. അത്രേ ഉള്ളൂ കേട്ടോ. ആദ്യം ഓർത്തോണം. അതത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇന്ന് വന്ന ഗ്ലിംസ് കാണാം. ഓക്കെ. കാഞ്ഞിരപ്പറ്റി
കേട്ടോ, ഏപ്രിൽ 9. അപ്പൊ അത് ദൃശ്യത്തിന് വമ്പൻ ക്ലാഷൂലേ. ദൃശ്യം പിന്നെ ഒരാഴ്ചക്ക് ഇതുണ്ട്, ഒരാഴ്ചക്ക് ശേഷമാണ്. പക്ഷെ എങ്കിലും ആ ക്ലാഷ് കുഴപ്പമില്ല. ഒരാഴ്ചക്കാണെങ്കിലും എന്താ അവിടെ അതേപോലെ ഉണ്ടാവും ശക്തനായിട്ട്. അതുണ്ടാവും, ഉറപ്പല്ലേ. അപ്പൊ ക്ലാഷ് തന്നെ. അതിപ്പോ 20 തീയതി കഴിഞ്ഞിട്ട് എടുത്ത് ഒരു പടം റിലീസ് ചെയ്യാൻ വന്നാലും അത് അങ്ങനെ തന്നെ അപ്പുറത്ത് അവിടെ ഉണ്ടാവും. അത് ക്ലാഷ് എന്ന് പറയേണ്ടി വരും, ഒരു മാസം ഗ്യാപ്പ് വന്നാൽ പോലും. അതാണ് അവസ്ഥ. കുറ്റി അടിച്ച അവിടെ ദൃശ്യം ഉണ്ടാവും. അത് ഉറപ്പല്ലേ. ഇതൊന്നുകൂടി കാണാം. എന്താ BGM ല്ലേ, ആ ഡയലോഗ് ഉണ്ടാവും. കല്ലുകാരുടെ കാഞ്ഞിരക്കുട്ടി, പുള്ളിമുരുടെ മൂർത്തമ്മ. ഞാൻ ആ ഡയലോഗ് എന്റെ ഇതിൽ പെട്ടുപോയി. ആ സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പണ്ടത്തെ ഈ പള്ളിയുമായി ബന്ധപ്പെടുത്തി വല്യമ്മമാരൊക്കെ പറയുന്ന ആ സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു സാധനം. അതുകൊണ്ടാണ് അത് 2 തവണ ആവർത്തിക്കുന്നത്. അതൊരു എന്തോ ഒരു പ്രാധാന്യം ഉള്ളൊരു സംഭവമാണ്. അതിൽ എന്തോ ഒരു പ്രാർത്ഥനേന്റെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് പ്രാർത്ഥനേന്റെ ഒരു രൂപത്തിൽ ചൊല്ലുന്ന സാധനമാണോ, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് അത് കേട്ടോ. അതെനിക്കറിയാം. ആ ഒരു ഡയലോഗില് ഈ എന്താ പറയാ, നമുക്ക് ഈ പേടിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചൊല്ലിക്കുക, അങ്ങനത്തെ കുറെ സംഭവങ്ങളില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. പ്രാർത്ഥനയല്ല, അല്ലാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ല, അങ്ങനത്തെ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇത് കിട്ടുന്നുണ്ട് ആ സാധനം കേട്ടപ്പോ. എന്തായാലും ഗംഭീര BGMല് ഒരു കിഡിലൻ മോഷൻ പോസ്റ്ററാണ് വന്നിരിക്കുന്നത് വിത്ത് റിലീസ് ഡേറ്റ്. ഏപ്രിൽ 9 സിനിമ റിലീസിനെത്തുന്നു. ദൃശ്യം 3 കൂടെ ഉണ്ട്, വാഴ 2 കൂടെ ഉണ്ട്. അത് ആൾറെഡി വന്നതായിരുന്നു, ഏപ്രിൽ 9 എന്നുള്ളതിന്റെ റൂമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺഫേം ചെയ്തു. എന്താണെങ്കിലും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ വരുമ്പോ ഇതിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്താണെങ്കിലും തകർക്കട്ടെ, പൊളിക്കും. എന്താണ് എവിടേക്കാ പോകുന്നതെന്ന് മനസ്സിലായി. അല്ലല്ല, പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ പേരില് പള്ളിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവം. ഇപ്പൊ അതിന്റെ ന്യൂ ഇയർ സ്പെഷ്യൽ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പള്ളി അപ്പൊ മൊത്തത്തിൽ ഈ പള്ളിയുടെ അതാണ് ഇതിന്റെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇതിന്റെ ഫസ്റ്റത്തെ ഈ സാധനം അനൗൺസ് ചെയ്ത സമയത്ത് ഇതിന്റെ ചെറിയൊരു പ്ലോട്ട് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന സാധനം അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒരു പള്ളി, ഒരു ഏരിയയിലുള്ള പള്ളി, ആ പള്ളിയില് എന്തോ ഒരു സംഭവത്തിലേക്ക് വരുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തുന്നത് ഈ പള്ളിച്ചട്ടമ്പി ആണെന്നുള്ള ഒരു സംഭവം. ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള സംഭവം അങ്ങനെയായിരുന്നു. സത്യമായിട്ട് പറയാം, ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് വരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം പറയാം. അതുകൊണ്ടാണ് ഈ കള്ളന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ വന്നത്. അത് ARM മിക്സ് ചെയ്ത് വന്ന്, അതായത് ഒരു കവല, അതിന് പള്ളിച്ചട്ടമ്പി എന്നുള്ള പേരുണ്ട്. അവിടെ ഈ ചട്ടമ്പി വാണ ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ ഒരു പേരിട്ടതാണ്. അങ്ങനെ അതുകൊണ്ടാണ് ആ പേര് വന്നെന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല ഈ സംഭവം. ഇതിന്റെ തീം നമ്മൾ അന്ന് കേട്ട തീം അതായിരുന്നു. അതായത് ഈ പള്ളീനെ സംരക്ഷിക്കുന്ന ഈ ചട്ടമ്പി അതിന്റെ അതില് ചുറ്റിപ്പറ്റി ആ ബേസിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ കാണുന്നതാണ്. അതായത് പള്ളിയുടെ ചുറ്റുമാണ് അവിടെ തീയിട്ട് ഭയങ്കര പ്രശ്നം നടക്കുന്നത്. ആ സമയത്ത് ആ ചട്ടമ്പി സംരക്ഷകനാവുന്നു എന്നുള്ളത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് അവരെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവുമല്ലോ എന്ന് നമുക്കറിയില്ല. അന്ന് ഇതിന്റെ അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് കേട്ട ആ ഒരു ചെറിയ സാധനമാണ് കേട്ടോ അത്. അല്ല, അത് റൂമറായിരുന്നു. അതെ, അത് റൂമറായിരുന്നു. അത് ഏത് രീതിയിലാണ് കൊണ്ടുവരാന്നുള്ളത് നമുക്ക് അറിയില്ല. അതെ, ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോ ഈ പറഞ്ഞതൊന്നും ആയിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇത് കണ്ടിട്ട് അല്ല, ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു പള്ളിയുടെ നേരെ കുറച്ച് പരിപാടികൾ, അതായത് ആ അന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും റിയൽ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും പള്ളി കത്തിച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ കേട്ടോ. അത് അങ്ങനെ വല്ല സംഭവങ്ങളും ആയിരിക്കാം. കാരണം അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന ഏതെങ്കിലും കഥ. അതെ,
ആ കഥയിൽ നിന്ന് ചിലപ്പോ ഈ ഇപ്പൊ പറയുന്ന ഈ സംഭവമല്ലേ ഇപ്പൊ നീ പറഞ്ഞില്ലേ പേടിക്കാനൊക്കെ പറയണ അങ്ങനത്തെ ഒരു സാധനമാണല്ലോ അത് ചിലപ്പോ ഈ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഉണ്ടായി വന്നത്. പിന്നീട് മുത്തശ്ശിമാർ പാടി നടന്നത് പറയാൻ പറ്റില്ലേ. ഇത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഈ നമ്മുടെയൊക്കെ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ഇരിക്കുമ്പോ അവരിങ്ങനെ പല കഥകൾ ഇങ്ങനെ കൂടുതൽ ഇരുന്ന് പറഞ്ഞു തരുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും. അതെ, ഈ മുത്തശ്ശി കഥകളിൽ ഇങ്ങനെ വന്ന് പോയി അത് ശേഷം അതൊരു മിത്തായി പിന്നീട് റിയാലിറ്റി ആയി മാറിയുള്ള സാധനം. അതെ, സത്യം. അങ്ങനെയുള്ള സംഭവമാണ്. എന്തായാലും കൊള്ളാം. എന്താണെങ്കിലും എന്താണ് കണ്ണ് നിറച്ച് കാണാനുള്ള സാധനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇത്രയും ഇതിനകത്തുനിന്ന് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും ജേക്സ് ബിജോയ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്കാണല്ലോ നമ്മുടെ പൃഥ്വിരാജ് വരുന്നുള്ള ആലോചിക്കുമ്പോൾ ഒന്നുകൂടെ വൈബുണ്ട്. കാരണം ആ മുതല് ഈ BGM വന്ന് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? പ്രത്യേക കത്തിക്കൽ വേറെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ പള്ളിച്ചട്ടമ്പേക്ക്, അതായത് ടോവിനോക്ക് വേറെ നല്ല കിടിലൻ ആശയം കേട്ടോ. സാധനം അടിപൊളി പരിപാടിയാണ്. പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും അവിടെ ഈ പള്ളിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവാം. അവിടെ ഒറ്റയ്ക്ക് ഒരാള് രക്ഷകനായി മാറുന്നു. ഗംഭീര പരിപാടിയാ അത്. അങ്ങനത്തെ ഒരു തീം കൊള്ളാം. പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്കുളി